ഈ സമസ്തക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ബിസിനസ് എന്താണെന്നറിയോ? കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്തു നോക്കിയാൽ എത്രയെത്ര ജാറങ്ങളാണ് ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജാറങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു? ആ ജാറങ്ങളുടെ ഉള്ളിലുള്ള അവസ്ഥ എന്താ? കോഴി ജാറം, തത്തജാറം, ഇങ്ങനെയാണ് ചില ജാറങ്ങളുടെ അവസ്ഥ. എന്നാൽ ചില ജാറങ്ങളിലോ വെറും മൺകൂന മാത്രം. മറ്റു ചില ജാറങ്ങളിലോ പേരറിയാത്ത, ഊരറിയാത്ത, മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നറിയാത്ത ചില ജാറങ്ങൾ. മറ്റു ചില ജാറങ്ങളിലോ ഭ്രാന്തന്മാരാണ്. ഈ വേങ്ങര കോയപ്പാപ്പയെക്കുറിച്ച് നാട്ടുകാരെന്താ പറഞ്ഞത്? അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അവിടുത്തെ സംഘടന എഴുതി വിട്ടത്, ആ നാട്ടുകാരായ ആളുകൾ എഴുതി വച്ചത് എന്തെന്നറിയോ? കുളിക്കൂല എന്നാണ്. മഴ പെയ്താൽ അല്പം വെള്ളം ശരീരത്തിൽ തട്ടിയാൽ അതാണ് അവരുടെ നനവ്. വെള്ളം ശരീരത്തിൽ തട്ടുന്നത് മഴ പെയ്യുന്ന സമയത്ത് നനഞ്ഞാൽ ആ സമയത്ത് മാത്രമേ വെള്ളം തട്ടുകയുള്ളൂ എന്നാണ്. ഡ്രസ്സ് മാറ്റൂല, ഡ്രസ്സ് നുരുമ്പിച്ച് താഴേക്ക് പോകുന്നാണ്. കുളിക്കൂല, നനയ്ക്കൂല, ആകെ നാറിയ അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യൻ പിന്നീട് മരിച്ചതിന് ശേഷം താജുൽ ഔലിയയായി. എങ്ങോട്ടാണ് സമൂഹത്തിൻ്റെ പോക്ക്? ഒരു ഭ്രാന്തനായ ഒരു മനുഷ്യൻ സിഗരറ്റോ മറ്റോ വലിച്ച് നടന്ന, അല്ലെങ്കിൽ ദീനിൻ്റെ യാതൊരു നിലക്കുമുള്ള ഷിആറുകളും ജീവിതത്തിൽ പാലിക്കാത്ത, യാതൊരു നിലക്കുമുള്ള നിയമങ്ങൾ അനുസരിച്ചു കൊണ്ടുള്ള ജീവിതമില്ലാത്ത ആളുകളെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ, ഭ്രാന്തനായി ജീവിച്ചവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ ഔലിയ പാപ്പയായി, പിന്നെ അവിടെ ജാറമായി, അവിടെ മക്ബറകളായി, അവിടെ വലിയ വലിയ ആഘോഷങ്ങളായി, വലിയ വലിയ ആത്മീയ ചൂഷണങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം യഥാർത്ഥത്തിൽ ജാറ കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നത് ഞാൻ പറഞ്ഞതല്ല, കാസിമി പറയട്ടെ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മക്ബറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഔലിയാക്കന്മാരെ മക്ബറ വിൽക്കുക. ഈ കൗമ ഈ നൗമ നന്നാവും. ഇവരൊക്കെ പേരാണ് സുന്നി. ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്, ഇവര് കച്ചവടത്തിന്റെ പാർട്ടിയാണ്. അത് പറഞ്ഞതാണ് ശരി. ഇവർ സുന്നിയല്ല. സുന്നി എന്ന് വിളിക്കുന്നത് തന്നെ പ്രയാസമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ സുന്നി എന്ന് വിളിക്കാൻ പാടില്ല, സമസ്തയെന്ന് മാത്രമേ അവരെ അഭിസംബോധന ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ അവസാനം കാസിമി പറഞ്ഞ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടല്ലോ. ഇത് സുന്നിയല്ല, ഇവർ കച്ചവടത്തിൻ്റെ പാർട്ടികളാണ്. ശരിയാണ്, 100%. കാസിമി പറഞ്ഞതിൽ ഒരേ ഒരു ശരി ഈ കേട്ടതാണ്.